സുരേഷ് ഗോപിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പക്ഷേ ചാണകത്തിൽ ചവിട്ടിയതോടുകൂടി ആ ഇഷ്ടം അങ്ങ് പോയി എന്നാവും നമ്മളിൽ കൂടുതൽ പേരും മറുപടി പറയുക, അല്ലേ? സിനിമാ സ്റ്റൈലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പുള്ളി എന്നും കേരളത്തിലൊരു ന്യൂസ് മേക്കറാണ്. സിനിമയിൽ വമ്പൻ ഡയലോഗുകളും ശക്തമായ പോലീസ് കഥാപാത്രങ്ങളും ചെയ്ത പുള്ളി ഇപ്പോൾ എന്ത് ചെയ്താലും അത് കോമഡിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പൂരം മനഃപൂർവ്വം കലക്കി തൃശ്ശൂരുകാരെ പറ്റിച്ചാണ് അദ്ദേഹം നിയമസഭയിലേക്ക് സീറ്റ് ഒപ്പിച്ചത് എന്ന് തെളിഞ്ഞതോടുകൂടി കേരളത്തിൽ വലിയ രീതിയിൽ നെഗറ്റീവ് ഇമേജ് പുള്ളിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണോ അതോ ആത്മാർത്ഥമായിട്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പുള്ളി നടത്തിയ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു. നമുക്ക് അതൊന്ന് കേട്ടതിന് ശേഷം മടങ്ങി വരാം. ഇസ്ലാം മതവിശ്വാസികളാണ് യഥാർത്ഥ കൺഫൗണ്ടേഴ്സ് ഓഫ് CSR. They are the confounders. അവർ സക്കാത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഈ കോൺസെപ്റ്റ് തുടങ്ങുന്നത്, ലോകത്ത് തന്നെ. അപ്പോൾ അതിനുള്ള സന്മനസ് ഒന്ന് ആവശ്യപ്പെടാതെ, നിർദ്ദേശിക്കാതെ, സ്വയമേ തോന്നാതെ, ഒരുപക്ഷെ കർശന നിയമങ്ങളിലൂടെയും അതിന് ഒരു സംഘടിത രൂപം നൽകിയതിൻ്റെയും പശ്ചാത്തലത്തിൽ വന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന CSR എന്ന് പറയുന്നത് സത്യത്തിൽ കരങ്ങളിലൂടെയല്ല, ഹൃദയങ്ങളിലൂടെ നൽകേണ്ടതാണ്. ആ ഹൃദയ നിക്ഷേപം തന്നെയാണ് ഹൃദയത്തിൻ്റെ ദൈവം കൂടുതലായി എന്നും അനുഗ്രഹിച്ചിട്ടുള്ള ഇനിയും ആ അനുഗ്രഹം നിങ്ങൾക്ക് വർദ്ധിച്ചു വരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു സമർപ്പണമുണ്ട്. ആ സമർപ്പണമാണ് CSR എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും